ഹലോ മൈ ഡിയേഴ്സ്, ദിസ് ഈസ് യുവർ ഫസൽ സാർ, നിങ്ങളുടെ സ്വന്തം FR ആണ്. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടോ കേട്ടോ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് ആണ്, ഹൈസ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ബോധം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും നടന്നാൽ പോരാ, കുറച്ചധികം പഠിക്കാനുണ്ട്. പഴയ UP എന്നുള്ള ആ ഒരു ലെവലൊക്കെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ മുതിർന്നിട്ടുണ്ട്. ആ മുതിർന്ന കുട്ടികൾ എന്നുള്ളത് പഠനത്തിൽ കാണിക്കണം. അപ്പോഴേ നമ്മൾ പൊളിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്താണ് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും. അതായത് സൈലത്തിന്റെ നമ്മുടെ ചാനലിൽ, 8th സ്റ്റാൻഡേർഡിന്റെ ചാനലിൽ ഒരുപാട് റെക്കോർഡ് കണ്ടന്റുകൾ, അതുപോലെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് എല്ലാം ഇങ്ങനെ വരി വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഒരു മാസം കഷ്ടിച്ച് ഒരു മാസം സമയം മാത്രമാണ് ഓണപരീക്ഷയ്ക്കുള്ളത്. നിങ്ങൾ ഇതുവരെ കണ്ട ഒരു എക്സാം ആയിരിക്കൂല അത്. എന്ന് വെച്ചാൽ 7ാം ക്ലാസ് വരെയുള്ള ഒരു എക്സാം അല്ല ഇത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് 9th വരുന്നത്, 9th കണ്ടിന്യൂഷൻ ആണ് 10th വരുന്നത്. പിന്നെ അതിലേക്കുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യാനുണ്ട്. NMMS പോലെ എക്സാമുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ എന്താ പറയാ, സൈലത്തോടൊപ്പം കൂടി പോരണം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ വഴി സൈലത്തോടൊപ്പം ആണെങ്കിൽ നിങ്ങൾ അത് സക്സസിലേക്കുള്ള പോക്കാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ആദ്യം തന്നെ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അത്രേ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ, അത്ര മാത്രം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് ആയിട്ട് സെഷനിലേക്ക് പോവാണ്. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 3rd ചാപ്റ്റർ, അതായത് ടുവാർഡ്സ് ഇന്റീരിയർ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ എന്താ പറയാ, ഭൂമിയുടെ ഉള്ളറയിലേക്ക് എന്നുള്ള ആ ഒരു ഭാഗമാണല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഭൗമ രഹസ്യങ്ങൾ തേടുക, ചാപ്റ്ററിന്റെ പേര് അതാണ് മലയാളത്തിലല്ലേ. യെസ്. അപ്പൊ ആ ചാപ്റ്ററിലെ നമുക്കൊരു മണിക്കൂറിന് ലൈവ് സെഷൻ കാണണം. അപ്പൊ എനിക്കിങ്ങനെ തോന്നി, ഈ ഒരു മണിക്കൂറിന് ലൈവ് എടുത്ത് കണ്ടിട്ട് എക്സാമിന് പോകാൻ അങ്ങനെ പോകുന്ന നല്ല മക്കളുണ്ട്, ഒരു ഫുൾ മാർക്കൊക്കെ അടിക്കുന്നത്. അപ്പൊ എറണാകുളം പരീക്ഷയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 7 മിനിറ്റ് കൊണ്ടൊക്കെ ഞങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി തരും സാറ്. ഉണ്ടാക്കി തരാലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ്, അതായത് ഈ ചാപ്റ്ററിന് ഏതൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ടോ അവർക്കൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം എനിക്ക് പറയാനുള്ളത് എർത്തിന്റെ ലേയേഴ്സിനെ കുറിച്ചിട്ടാണ്. ഭൂമിയുടെ ലേയേഴ്സ്, എർത്തിന്റെ പാളികളെ കുറിച്ചിട്ട്. ഏറ്റവും പുറത്തെ പാളി ക്രസ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് മാൻഡിൽ ഉണ്ട്, അതിനുള്ളിൽ പുറക്കാമ്പുണ്ട്, അതിനുള്ളിൽ അകക്കാമ്പ്, ഔട്ടർ കോറും ഇന്നർ കോറും. ഇതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പൊ ഇവരുടെ ഫീച്ചേഴ്സ് നോക്കണം. അപ്പൊ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ എർത്തിന്റെ അഥവാ ഭൂവൽക്കം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ പുറന്തോടാ, ഒരു 40 കിലോമീറ്റർ മാത്രം തിക്നെസ് ഉള്ള, ഒരു 40 കിലോമീറ്റർ മാത്രം അടിയിലേക്കുള്ള ഒരു പുറന്തോടാണ്. ഔട്ടർ ഷെല്ലാണ് എർത്തിന്റെ ആരെന്നുള്ളത്, ക്രസ്റ്റ് എന്നുള്ളത്. ഒരു ഭൂമിയുടെ താരതമ്യേന നേരത്തെ പുറന്തോട് 2 ഭാഗമുണ്ട്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് നമ്മൾ പറയുന്ന പേര് എന്താന്ന് വെച്ചാൽ അതിന് പറയുന്ന പേര് സിയാൽ എന്നാണ്. അതുപോലെ ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട്, അതിന് നമ്മൾ പറയുന്ന പേര് സിമ എന്നാണ്. ഓക്കെ, അതായത് വൻകര ഭൂവൽക്കമുണ്ട്, സമുദ്ര ഭൂവൽക്കമുണ്ട്. ഈ വൻകര ഭൂവൽക്കത്തെ നമ്മൾ സിയാൽ എന്ന് പറയുന്നു, സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ സിമ എന്ന് പറയുന്നു. ആ ആലോചിച്ചാൽ മതി. സിമ സമുദ്രമാണ്, സിയാൽ ലാൻഡ് ആണ്, വൻകരയാണ്. ഓക്കെ, അങ്ങനെ ആലോചിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് പഠിക്കാൻ പറ്റും, ചോദിക്കാറുണ്ട്. അടുത്തത് മാൻഡിലാണ്. 40 കിലോമീറ്റർ വരെ നമ്മൾ ഭൂവൽക്കം ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ താഴേക്ക് ഒരു 2900 കിലോമീറ്റർ, 2900 കിലോമീറ്റർ ഡെപ്ത് വരെ ഭൂമിക്കുള്ളിലേക്ക് പോവുകയാണെങ്കിൽ 2900 കിലോമീറ്റർ വരെ ഈ മാൻഡിൽ എന്നൊരു ഭാഗമാണ്. ഈ മാൻഡിലിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു സെമി മോൾട്ടൺ സ്റ്റേജിലൊക്കെ ആയിരിക്കും. അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ എന്നുള്ള 2 ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഇൻഡെപ്ത് അല്ല നമ്മൾ നോക്കേണ്ടത്, അതിന്റെ പുറത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ക്രസ്റ്റിന്റെ താഴെയുള്ള ഭാഗമാണ്. 2 പാർട്ട് ഉണ്ട്, ഉപരി മാൻഡിലും അധോ മാൻഡിലും, അഥവാ അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. വെരി ഇമ്പോർട്ടന്റ്, ചോദിക്കാറുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇന്നർ കോർ, ഔട്ടർ കോർ അഥവാ കേന്ദ്ര ഭാഗത്തേക്ക് ചെല്ലുകയാണ്. അതായത് 2900 മുതൽ 2900 മുതൽ 6371 വരെയുള്ള ആ ഒരു എന്റെ ഡെപ്ത് ഉള്ളിലേക്ക് വരെ എന്താണ്, കോറാണ്. കോറിനും 2 ഭാഗമുണ്ട്, ഔട്ടർ കോറും ഇന്നർ കോറും. ഇന്നർ കോർ നമ്മൾ പ്രത്യേക പേര് പറയാറുണ്ട്, അഥവാ കോറിന്റെ ഉൾഭാഗത്തെ പറയുന്ന പേര് നിഫ എന്നാണ്. എന്താ നിഫ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പം. അതായത് ഉള്ളില് പ്രധാനമായിട്ടുള്ള കമ്പോണന്റ് നിക്കൽ ആൻഡ് Fe ആണ്. Fe എന്ന് വെച്ചാൽ അയൺ ആണ്, അയൺ ഇരുമ്പ്. ഓക്കെ, Fe എന്ന് വെച്ചാൽ അയൺ ആണ്. അപ്പൊ അത്രയുള്ള കാര്യം. 2 ഭാഗങ്ങളുണ്ട്, പുറക്കാമ്പ്, അകക്കാമ്പ്, ഔട്ടർ കോറും ഇന്നർ കോറും. ബസ് കഴിഞ്ഞു. ഇതിന് അടുത്തത് റോക്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പൊ റോക്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ശിലകൾ, റോക്ക് എന്ന് വെച്ചാൽ ശിലകളാണ്. ശിലകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ
ബേസിക് ആയിട്ട് ഒരു റോക്കിനെ കുറിച്ച് പഠിച്ചാൽ മറ്റു രണ്ടും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ആഗ്നേഷ്യയാണ്, ഇഗ്നേസ് റോക്ക്. ഇഗ്നേസ് റോക്ക് ഉണ്ടാകുന്ന രീതി എങ്ങനെയാ വെച്ചാൽ, എർത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് മാഗ്മ ഉണ്ട്. മാഗ്മ അഥവാ ലാവ. ലാവ എന്ന് പറയാൻ പാടില്ല, ലാവ പുറത്തു വന്നാലാണത് ലാവ. അപ്പം ഭൂമിയുടെ എർത്തിന്റെ ക്രസ്റ്റിലെ അഥവാ ഭൂവൽക്കത്തിലെ ഒരുപാട് വിള്ളലുകൾ ഉണ്ടായിരിക്കും. ഫിഷേഴ്സ്, ഫിഷർ എന്ന് വെച്ചാൽ വിള്ളൽ എന്നാണ് അർത്ഥം. ഫിഷേഴ്സ്, ഓക്കെ, മുറിവ് എന്ന അർത്ഥം കൂടെ ഉണ്ട്. അപ്പൊ ആ ഫിഷർ എന്നുള്ള അല്ലെങ്കിൽ വിള്ളലുകൾ എന്നുള്ള ആ ഒരു വിള്ളലുകളിലൂടെ, ഗ്യാപ്പുകളിലൂടെ മാഗ്മ പുറത്തു വരും. അത് ലാവയായിട്ട് മാറും. ആ ലാവ കുറെ സമയം കഴിയുമ്പോൾ അത് തണുക്കും, തണുത്തുറയും. ഒരു ഹോട്ട് ചോക്ലേറ്റ് പുഡിംഗ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ എങ്ങനെയാണോ തണുക്കുന്നത് അതുപോലെ തണുക്കും. അങ്ങനെ തണുക്കുമ്പോഴാണ് റോക്ക് ഉണ്ടാവുന്നത്. ചിലപ്പോൾ അത് ഭൂമിക്ക് ഉള്ളിൽ വെച്ചിട്ട് തന്നെ റോക്ക് ഉണ്ടാവും. എടാ, നമ്മൾ കിണറൊക്കെ കുഴിക്കുന്ന സമയത്ത് ഭൂമിക്ക് അടിയിലേക്ക് ക്രസ്റ്റ് ഇങ്ങനെ കുഴിച്ചു പോകും. കിണർ ഒഴിക്കുന്ന സമയത്ത് ഭൂവൽക്കം കുഴിച്ചടിയിലേക്ക് പോകും. കുറെ സമയം കഴിയുമ്പോൾ കറുത്ത പാറ കാണാൻ പറ്റില്ല, റെഡ് കളർ പാറ കാണാൻ പറ്റില്ല, റോക്കുകൾ കാണാൻ പറ്റും. ആ ശിലകളൊക്കെ ഉണ്ടാവുന്നത് ഇഗ്നേസ് റോക്ക് രൂപം കൊള്ളുന്ന പോലെയാണ്. ഇഗ്നേസ് റോക്ക് ആണ് അതെല്ലാം തന്നെ. ആ ഇഗ്നേസ് റോക്ക് ഉണ്ടായി. ഓക്കെ, അങ്ങനെയാണ് ഇഗ്നേസ് റോക്ക് ഉണ്ടാകുന്നത്, മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട്. ഗ്രാനൈറ്റും ബസാൾട്ടുമാണ് ഇഗ്നേസ് റോക്കിന് എക്സാമ്പിൾ. ഇനി അതുപോലെ ഇവക്ക് പറയുന്ന ഒരു പേരുണ്ട്, പ്രൈമറി റോക്സ് എന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇനി പഠിക്കാനല്ലേ പ്രാഥമിക ശിലകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇനി പഠിക്കാനല്ലേ അവസാദ ശിലകളും കായാന്തരിത ശിലകളും അഥവാ സെഡിമെന്ററി റോക്കും ഈ പറഞ്ഞ മെറ്റാമോർഫിക് റോക്കും രണ്ടും ഇഗ്നേസ് റോക്കുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഇഗ്നേസ് റോക്കിൽ നിന്നാണ് ഇവ രണ്ടും ഉണ്ടാവുന്നത്. ഇവയുടെ പേരന്റ് ആണ് അഥവാ ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്, അവർക്കല്ലേ നമ്മൾ പേരന്റ് എന്ന് പറയുക. അതുകൊണ്ടാണ് പ്രൈമറി റോക്ക് എന്നും കൂടെ പറയുന്നത്. ഓക്കെ, യെസ്, അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ ഒരു ഇഗ്നേസ് റോക്ക് ഉണ്ട്, ഒരു ആഗ്നേഷ്യലുണ്ട്, അത് പൊടിഞ്ഞു. അത് പൊടിയുന്നതിനോട് പറയുന്ന പേര് വെതറിംഗ് ആണ്. വെതറിംഗ് ഇമ്പോർട്ടന്റ് ആണോ നോക്കണം കേട്ടോ, വെതറിംഗ് ഒന്ന് നോക്കണം. അത് പൊടിഞ്ഞു, അതിനോട് പറയും സോളിഡ് ആയിട്ട് മാറി, അഥവാ സോയിൽ ആയിട്ട് മാറി, ചെറിയ ചെറിയ പൊടി തരി മാറി, സാൻഡ് ആയിട്ട് മാറി. എന്നിട്ട് അത് എന്താ സംഭവിക്കാരോ, അതിന് ലിത്തിഫിക്കേഷൻ സംഭവിക്കും, അത് ഉറയ്ക്കും. അത് കുറെ കാലം കഴിയുന്ന സമയത്ത് പൊടിഞ്ഞാൽ അതിന് പറയുന്ന പേര് സെഡിമെന്റ്സ് എന്നാണ്. സെഡിമെന്റ്സ് ഉണ്ടാവും. റോക്ക് പൊടിഞ്ഞാൽ, ശിലകൾ പൊടിഞ്ഞാൽ അവിടെ അവസാദങ്ങൾ ഉണ്ടാവും, സെഡിമെന്റ്സ് ഉണ്ടാവും. ആ സെഡിമെന്റ്സ് ഇങ്ങനെ പരന്നു കിടക്കും. അതിന് മേലെ വീണ്ടും സെഡിമെന്റ്സ് വരും, അതിന് മേലെ വീണ്ടും അവസാദങ്ങൾ വരും. എല്ലാം കൂടി ചേർന്ന് അട്ടിയായിട്ട് കിടക്കും. കാലങ്ങൾ കഴിയും, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുന്ന സമയത്ത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറൊക്കെ ഒന്ന് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒട്ടി പിടിക്കും. മണലൊക്കെ കുറെ കാലം കൂട്ടിയിട്ടാൽ, ഒരു മണലറിയില്ല, സാൻഡൊക്കെ കുറച്ചു കാലം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് കട്ടയായിട്ട് മാറുന്നത് കാണാൻ പറ്റും, കട്ടയായിട്ട്. അപ്പൊ ആ കട്ടയായിട്ട് മാറുമ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി, കട്ടയായിട്ട് മാറില്ല. അതിന് പറയുന്ന പേര് എന്താണ്, റോക്സ് അഥവാ ശിലകൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന റോക്സിനാണ് സെഡിമെന്റൽ റോക്ക് എന്ന് പറയാം. അപ്പൊ നോക്കൂ, നമ്മുടെ നാട്ടിൽ കാണുന്ന, പുറത്ത് കാണുന്ന ഒരു റോക്ക് ആയിക്കോട്ടെ, നമ്മൾ പുറത്ത് നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന റോക്കും ഒരു മണൽ സാൻഡ്സ്റ്റോൺ, ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് കട്ടി കൂടുതൽ ഉണ്ടാവുക? പുറത്ത് കാണുന്ന റോക്കിനല്ലേ. നല്ല ഹാർഡായിരിക്കും പുറത്ത് കാണുന്ന നമ്മുടെ നോർമൽ ഇഗ്നേസ് റോക്കിനായിരിക്കും നല്ല കട്ടി ഉണ്ടാകും. നേരെ മറിച്ച് ഒരു സാൻഡ്സ്റ്റോൺ, മണൽ ഒട്ടി പിടിച്ചുണ്ടായ ഉറച്ചുണ്ടായ ഒരു കല്ല്, അത് ചിലപ്പോൾ ഒരു ചവിട്ടി ഒട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തട്ടട്ടിയിൽ ഒരു ഹാമർ എടുത്ത് ചുറ്റികെട്ട് ചുമ്മാ ഒരു അടി അടിച്ചാൽ എന്ത് ചെയ്യും, പൊടിഞ്ഞ് വീഴുകയും ചെയ്യും. അപ്പൊ ഉറപ്പ് കുറഞ്ഞ, കാഠിന്യം കുറഞ്ഞ റോക്കാണ്, ശിലകളാണ് സെഡിമെന്ററി റോക്ക്. മാത്രമല്ല, ഇവ ആദ്യം ഒരു ലെയർ, വീണ്ടും ഒരു ലെയർ, അതിന്റെ മുകളിൽ വേറെ ലെയർ, അങ്ങനെ ലെയർ ആയിട്ട് കാണാം. സോ നമ്മൾ അതിനെ ലെയർഡ് റോക്ക് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറയാറുണ്ട്. പാളികളായിട്ട് കാണുന്നതുകൊണ്ട് അടുക്ക് ശിലകൾ, അടുക്കി വെച്ച പോലെ സ്ട്രാറ്റിഫൈഡ് റോക്ക്, അടുക്ക് ശിലകൾ എന്നും കൂടെ പറയാറുണ്ട്. എന്താണ് മെറ്റാമോർഫിക് റോക്സ്? കായാന്തരിത ശിലകൾ. ഇത് രസമാണ്. ഇഗ്നേസ് റോക്ക് ഫോം ചെയ്തു. ആ ഇഗ്നേസ് റോക്കിന് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും കൊടുക്കാം. ഓക്കെ, അതായത് ഞാൻ അന്നൊരു ലൈവിന്റെ ഇടയിൽ പറഞ്ഞ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ അരിമാവ് കൊണ്ട് പല ഐറ്റംസ് ഉണ്ടാക്കുന്ന പോലെയെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണിത്. ഇഗ്നേസ് റോക്കിന്റെ ഒരു ഡിഫറെന്റ് ഫോം ആണ് കായാന്തരിത ശില അഥവാ മെറ്റാമോർഫിക് റോക്ക്. അതിന് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും, ഉയർന്ന മർദ്ദം കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ടെമ്പറേച്ചർ കൊടുക്കുക, ഹൈ ടെമ്പറേച്ചർ ചൂടാവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഭൂമിക്ക് അടിയിൽ നിന്നാണ് ഇത് വരുന്നത്. എർത്തിനുള്ളിൽ നല്ല പ്രഷർ കൂടുതലാണ്, മർദ്ദം കൂടുതലാണെന്ന് നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ രണ്ടും സംഭവിക്കാൻ ചാൻസ് ഉള്ളതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ റോക്കിന്റെ ശിലയുടെ രൂപം മാറും, രൂപമാറ്റം സംഭവിക്കും. അങ്ങനെ രൂപമാറ്റം വന്ന റോക്കുകളാണ് മെറ്റാമോർഫിക് റോക്ക്. അപ്പൊ ഇത് എവിടുന്നാണ് ഉണ്ടായത്? ഈ പറഞ്ഞ ഇഗ്നേസ് റോക്ക് എന്നാണ് ഉണ്ടായത്. സെഡിമെന്ററി റോക്ക് മെറ്റാമോർഫിക് റോക്ക് ഉണ്ടാകാം. അപ്പൊ എല്ലാത്തിനും തുടക്കം ഇഗ്നേസ് റോക്കാ. ഇഗ്നേസ് റോക്കിൽ നിന്നാണ് മറ്റുള്ള രണ്ടും ഉണ്ടാവാറുള്ളത്.
സെഡിമെന്ററി റോക്ക് ആയിക്കോട്ടെ, മെറ്റാമോർഫിക് റോക്കിൽ നിന്ന് സെഡിമെന്ററി റോക്ക് ഉണ്ടാവും, സെഡിമെന്ററി റോക്കിൽ നിന്ന് മെറ്റാമോർഫിക് റോക്ക് ഒക്കെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ ഇഗ്നേസ് റോക്ക് എന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഇഗ്നേസ് റോക്കിൽ നിന്നാണ് പാരന്റ് റോക്ക് ആണ്, പ്രൈമറി റോക്ക് ഇഗ്നേസ് ആണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കാം. അതിന് എക്സാമ്പിൾ നോക്കണം. മാർബിള്, സ്ലേറ്റ് ഒരു കൈൻഡ് ഓഫ് റോക്ക് ആണ്, നമ്മൾ പണ്ട് എഴുതി പഠിച്ച സ്ലേറ്റ് അല്ല. ഓക്കെ, ഇത് രണ്ടും അതിന് എക്സാമ്പിൾ ആണ്. മാത്രമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ റോക്ക് ഏതാണ്? ഇഗ്നേസ് റോക്ക് ആണ്. സോറി ഇഗ്നേസ് എന്നാ പറയുന്നത്, മെറ്റാമോർഫിക് റോക്ക് ആണ്. എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 3 റോക്കിനും ഓരോ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇഗ്നേസ് റോക്കിന് പ്രാഥമിക ശില, പ്രൈമറി റോക്ക് എന്ന് പറഞ്ഞു ആഗ്നേയ ശിലക്ക്. അതുപോലെ സ്ട്രാറ്റിഫൈഡ് അല്ലെങ്കിൽ അടുക്ക് ശില എന്നത് സെഡിമെന്ററി റോക്കാണ്. മെറ്റാമോർഫിക് റോക്ക് ആണ് ഏത് റോക്ക്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റോക്ക് ശില. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ എന്റെ മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. എക്സാമിന് എന്തായാലും ഇത് ഉറപ്പാണ്, ഇത് പഠിക്കാണ്ട് പോകരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നേരെ കമന്റ് ബോക്സിൽ ഇടുക. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഉത്സാഹമാണ്, ഇനി ക്ലാസ് എടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കണ്ടന്റ് വേണോ ഒക്കെ തീരുമാനിക്കുക. എടാ ചെയ്യടാ മടിയന്മാരെ, മടിയത്തികളെ, അങ്ങനെ ഞാൻ പറയുന്നുണ്ട്. എന്റെ മക്കളൊക്കെ നല്ല സൂപ്പർ പവർ അടിപൊളി മക്കളാണ്. സോ നിങ്ങളെല്ലാം നല്ല എനർജിയുള്ള പിള്ളേരാണ്, നല്ല സപ്പോർട്ട് ചെയ്യുന്ന മക്കളാണ്. ഐ നോ ദാറ്റ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഉത്സാഹം കുറച്ച് കുറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡിമാൻഡുകളൊക്കെ നേരെ അടിയിൽ ഇങ്ങനെ പറയാം. അപ്പൊ നിങ്ങൾ കാണും, ഞാൻ AD സാറൊക്കെ കാണും, അതെന്തെയും എടുത്ത് വായിക്കും. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള പ്ലാനുകളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ. അപ്പൊ ഇനിയും കാണാം. താങ്ക് യു, ബൈ, സീ യു.